അരനൂറ്റാണ്ടോളം പഴക്കമുള്ള വെൺമണി പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് ശാപമോക്ഷം. കെട്ടിട നിർമ്മാണത്തിന് സർക്കാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. കുടിയേറ്റ ചരിത്രമുറങ്ങുന്ന വെൺമണിക്ക് തിലകക്കുറിയായി 1980-ലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കാലപ്പഴക്കത്താൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നനഞ്ഞൊലിച്ച് നിലംപൊത്താറായ അവസ്ഥയിലായിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്നോ ജനപ്രതിനിധികളിൽ നിന്നോ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തി പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെൺമണി യൂണിറ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കെട്ടിട നിർമ്മാണം നടത്താൻ തീരുമാനിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളോടും വ്യാപാരി സുഹൃത്തുക്കളും എല്ലാം ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ നേതൃത്വം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തുടർന്ന് ഏതാണ്ട് 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് നല്ല രീതിയിൽ പോസ്റ്റ് ഓഫീസ് വെൺമണിയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി 30 ദിവസത്തിനുള്ളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകും. പരിപാടികൾക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റോബിൻ ആലക്കൽ, മറ്റ് ഭാരവാഹികളായ നിതിൻ കുറുന്തോട്ടത്തിൽ, സനീഷ് പുതുപ്പറമ്പിൽ, കണ്ണൻ നീലിക്കുന്നേൽ, സന്തോഷ് പുതുപ്പറമ്പിൽ, ജിൻസ് മുത്തനാട്ട്, സാബു ഇടപ്പാടി, പോസ്റ്റ് മാസ്റ്റർ റംസീന നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഇടുക്കി.